നെന്മാറ ഇരട്ടക്കൊലയിൽ വിധി പറയവേ ചെന്താമരയ്ക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടെന്നുവരെ പ്രതിഭാഗം പറഞ്ഞുവെച്ചു കോടതിയിൽ. എന്നാൽ 3 കൊല നടത്തിയ പ്രതി നിഷ്കളങ്കനാണെന്ന പ്രതിഭാഗത്തിൻ്റെ വാദങ്ങളെല്ലാം കോടതി തള്ളി. എല്ലാ കുറ്റവാളികൾക്കും ഭാവിയുണ്ട്, എല്ലാ വിശുദ്ധർക്കും ഭൂതകാലമുണ്ടെന്നായിരുന്നു കോടതിയുടെ വളരെ വ്യക്തമായ പരാമർശം. അങ്ങനെ പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിച്ചു കോടതി. 20 ലക്ഷം രൂപ പിഴയും അടയ്ക്കണം. ഈ പണം കൊല്ലപ്പെട്ട സുധാകരൻ്റെ മക്കൾക്ക് നൽകണം. പിഴയടച്ചില്ലെങ്കിൽ 3 വർഷം അധിക തടവ് ശിക്ഷ അനുഭവിക്കണം. വിധി കേൾക്കുവാനായി കൊല്ലപ്പെട്ട സുധാകരൻ്റെ മക്കളും കോടതിയിൽ ഭീതിയോടെ തന്നെ എത്തിയിരുന്നു. അവർ തിരികെ മടങ്ങിയത് ഈ നരാധമൻ ഇനി ജയിലിന് പുറത്തിറങ്ങില്ലല്ലോ എന്ന ആശ്വാസത്തോടെയായിരുന്നു. ഈ കേസ് അപൂർവങ്ങളിൽ അപൂർവമാണെന്ന് നിരീക്ഷിച്ച കോടതി പ്രോസിക്യൂഷൻ്റെ വാദങ്ങളെല്ലാം ശരിവെച്ചു. 140 പേജുള്ള വിധിയാണ് കോടതിയിൽ വായിച്ചത്. ചെന്താമരയ്ക്ക് മാനസിക പ്രശ്നങ്ങൾ ഇല്ലെന്ന സൈക്കോളജി റിപ്പോർട്ടുകൾ കോടതി ശരിവെച്ചു. താൻ ഗാന്ധിജിയല്ല, പുറത്തിറങ്ങിയാൽ ആരെയും വെറുതെ വിടില്ല എന്ന ചെന്താമരയുടെ പരാമർശം വരെ കോടതി എടുത്തു പറഞ്ഞു. സുധാകരൻ്റെ മക്കൾക്ക് ചെന്താമര വലിയ ഭീഷണിയാണെന്നും പ്രതിക്ക് യാതൊരു കുറ്റബോധവുമില്ലെന്നും കോടതി നിരീക്ഷിച്ചു. മറ്റ് സംസ്ഥാനങ്ങളിലെ ഹൈക്കോടതി വിധിയും പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി ചൂണ്ടിക്കാട്ടി. കേസ് നേരത്തെ പലതവണ വിധി പറയാൻ മാറ്റിയിരുന്നു. ഇരട്ട കൊലപാതകം നടന്ന് 1.5 വർഷത്തിന് ശേഷമാണ് ഇതാ ശിക്ഷാവിധി ഉണ്ടാകുന്നത്. ക്രൂരമായ 3 കൊലപാതകങ്ങൾ നടത്തിയ പ്രതിക്ക് വധശിക്ഷ നൽകണമെന്ന് തന്നെയായിരുന്നു പ്രോസിക്യൂഷൻ്റെ ആദ്യം മുതൽക്കുള്ള ആവശ്യം. BNS 103 1, 126 2 വകുപ്പുകൾ പ്രകാരം ചെന്താമര കുറ്റക്കാരൻ എന്നാണ് കോടതി കണ്ടെത്തിയത്. 2025 ജനുവരി 27 നെന്മാറ പോത്തുണ്ടി ബോയൻ കോളനി സ്വദേശി സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ ഏക പ്രതിയാണ് ഈ ചെന്താമര. ഇതിനു മുമ്പ് 2019 ഓഗസ്റ്റ് 31 സുധാകരൻ്റെ ഭാര്യ സജിതയും ചെന്താമര കൊലപ്പെടുത്തിയിരുന്നു. ഈ കേസ് ചെന്താമരയ്ക്ക് അന്ന് കോടതി ഇരട്ട ജീവപര്യന്തവും പിഴയും വിധിച്ചിരുന്നു. പക്ഷേ സജിതയെ കൊന്ന കേസിൻ്റെ വിചാരണയ്ക്കിടെ പരോളിനിറങ്ങിയ സമയത്തായിരുന്നു ഇയാൾ സുധാകരനെയും ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയത്. ചെന്താമരയുടെ ഭാര്യ പിണങ്ങിപ്പോകാൻ കാരണം സജിതയാണെന്ന് പറഞ്ഞാണ് ആദ്യം സജിതയെ കൊന്നത്. ഇതേ കാരണം പറഞ്ഞു തന്നെയാണ് സജിതയുടെ ഭർത്താവ് സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും വീണ്ടും പ്രതി പരോളിലിറങ്ങി വെട്ടിക്കൊലപ്പെടുത്തിയത്. ഇത്ര ക്രൂരനും പകയും വൈരാഗ്യവും കൈവശം വെച്ച പ്രതിക്ക് പരോൾ നൽകിയതിന് അനുമതി നൽകിയ പോലീസ് റിപ്പോർട്ടിനെതിരെ അന്ന് രൂക്ഷ വിമർശനമുയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇയാൾ വീണ്ടും ഇരട്ട കൊലപാതകം നടത്തിയത്. ജയിലിൽ നിന്നും പുറത്തിറങ്ങിയാൽ ഇനി താൻ ചെയ്തതൊക്കെ ആവർത്തിക്കുമെന്ന് പ്രതി നേരത്തെ കോടതിയിൽ ഉറക്കെ വിളിച്ച് പറഞ്ഞത് പ്രതിക്ക് തന്നെ വിനയായി. പ്രതിയുടെ മാനസിക നിലയ്ക്ക് യാതൊരു തകരാറില്ലെന്ന് കോടതി വളരെ വ്യക്തമായി തന്നെ നിരീക്ഷിക്കുകയും ചെയ്തു. ഈ കൊലവിളിയോടെ തങ്ങളുടെ ജീവന് ഭീഷണിയുണ്ടെന്ന് സുധാകരൻ്റെ മക്കൾ പ്രോസിക്യൂഷൻ മുഖേന കോടതിയെ ധരിപ്പിച്ചിരുന്നു. ആദ്യത്തെ സജിത കൊലക്കേസിൽ സാക്ഷിയായ സ്ത്രീയെ ചെന്താമര ഭീഷണിപ്പെടുത്തിയിരുന്നു. തുടർന്ന് അവർക്ക് നാട് വിടേണ്ടി വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത് വധശിക്ഷയാണ്. ഒപ്പം 20 ലക്ഷം രൂപ പിഴയും. പിഴ അടച്ചില്ലെങ്കിൽ 3 വർഷം ചെന്താമര അധിക തടവ് ശിക്ഷയും അനുഭവിക്കണം. എന്തായാലും ചെന്താമര ഇനി ജയിലിൻ്റെ പുറം ലോകം കാണില്ല എന്ന ഉറപ്പോടെയാണ് സുധാകരൻ്റെ മക്കൾ കോടതി വളപ്പ് വിട്ടത്.